മക്കളൊക്കെ വളർന്ന് നല്ല നിലയിലെത്തിയാൽ തിരക്കുകളൊഴിഞ്ഞ് സമാധാനമായി ജീവിക്കാമെന്നത് അവരുടെ വെറുമൊരു സ്വപ്നം മാത്രമായിരുന്നു. മൂത്ത മകളുടെ പ്രസവം അടുത്തപ്പോൾ ആദ്യ പ്രസവം അമ്മയുടെ അടുത്ത് വെച്ചായിരിക്കണമെന്ന് മകൾക്ക് നിർബന്ധം. നാട്ടുനടപ്പും അങ്ങനെയായിരുന്നതിനാൽ സ്വന്തം വയ്യായികകളും പ്രയാസങ്ങളും പുറത്തു കാണിക്കാതെ അമ്മയും അതിന് സമ്മതിച്ചു. അവൾ ഒരു വേലക്കാരിയല്ല, അമ്മയാണ്. എന്നിട്ടും ഒരു രാജകുമാരിയെ പരിചരിക്കുന്ന ഭൃത്യയെപ്പോലെ ആ അമ്മ മകളെ പരിചരിച്ചു. ഒരു പ്രയാസവും അറിയിക്കാതെ കൂടെ നിന്ന് സഹായിച്ചു. മകൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു. പ്രസവം അടുക്കാറായപ്പോൾ ആശുപത്രിയിൽ കൂട്ടുനിന്നു. പ്രസവാനന്തര പരിചരണങ്ങൾക്ക് ഒരു കുറവും വരാതെ ശ്രദ്ധിച്ചു. മകളെ എണ്ണ തേച്ച് കുളിപ്പിച്ചു, വസ്ത്രങ്ങൾ അലക്കിക്കൊടുത്തു. രാത്രിയിൽ കുഞ്ഞുണർന്നു കരയുമ്പോൾ മകളോട് ഉറങ്ങാൻ പറഞ്ഞ് അവൾ കുഞ്ഞിനെയും എടുത്ത് ഉറങ്ങാതെ നിന്നു. അങ്ങനെ പരിചരണങ്ങൾക്കൊരു പോരായ്മയും വരുത്താതെ അമ്മ എപ്പോഴും അവളുടെ കൂടെ തന്നെ നിന്നു. പ്രസവാനന്തരം ആരോഗ്യം വീണ്ടെടുത്ത് മകൾ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോഴേക്കും നേരത്തിന് ഭക്ഷണം കഴിക്കാതെ സമയത്തിനുറങ്ങാതെ അമ്മ ഏറെ ക്ഷീണിച്ചിരിക്കും. പക്ഷേ അതൊന്നും വകവെക്കാതെ അവൾ വീണ്ടും വീട്ടുകാര്യങ്ങളിൽ മുഴുകും. അത് കാണുമ്പോൾ അയാൾ അടുത്തു എന്ന് പറയും, തടി മറന്ന് പണിയെടുക്കേണ്ട, വയ്യാണ്ടാവുമ്പം ആരുണ്ടാവില്ല നോക്കാൻ. ഗൾഫിലുള്ള മകന്റെ ഭാര്യ പ്രസവിക്കാറായപ്പോൾ അമ്മയെ അവൻ ഗൾഫിലേക്ക് കൊണ്ടുപോകാൻ ഒരുങ്ങി. അവൾ പോകാനിറങ്ങുമ്പോഴും അയാൾ അതുതന്നെ പറഞ്ഞു, നിന്റെ ആരോഗ്യം നീ തന്നെ ശ്രദ്ധിക്കണം, വയ്യാണ്ടായ അവനവൻ തന്നെ സഹിക്കേണ്ടി വരും. അപ്പോഴൊക്കെ അവൾ പറയും, മക്കൾ കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ എങ്ങനെയാ പറ്റില്ല എന്ന് പറയാ, നമുക്ക് പ്രായമാകുമ്പോൾ അവരല്ലേ നോക്കാനുണ്ടാവുക. അങ്ങനെ സ്വയം സമാധാനിച്ചും സമാധാനിപ്പിച്ചും സ്വന്തം വയ്യായികകൾ മറന്ന് അവൾ ജീവിതത്തിന്റെ തിരക്കുകളിലേക്ക് വഴുതി വീണു. സംഭവം ഇതൊരു കഥയായിട്ട് ഇങ്ങനെ ഒരു നമ്മൾ കേൾക്കുന്നതാണ്. പക്ഷേ ഇതിൻ്റെ ബാക്കി കൂടി നമ്മൾ പൂരിപ്പിക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ അമ്മയുടെ ഒരു ധർമ്മസങ്കടം, മക്കൾക്ക് വേണ്ടിയിട്ട് എല്ലാം ചെയ്തു. അവസാനം ഇത് എത്തുന്നത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അച്ഛനെപ്പോഴും പറയും അമ്മയോട്, നീ ഇങ്ങനെ പിന്നെ തടി കാത്തോ എന്നൊക്കെ പറയും. പക്ഷെ മക്കൾക്ക് വേണ്ടിയിട്ടല്ലേ എന്ന് പറയും. അവസാനം മക്കൾക്ക് വേണ്ടിയിട്ടെല്ലാം മകളുടെ പ്രസവത്തിന്, മരുമക്കളുടെ പ്രസവത്തിനൊക്കെ പോയിട്ട് കുട്ടിയെ ഉറങ്ങാതെ നോക്കി, മക്കളെ ഉറക്കി ഒക്കെ അവസരം കൊടുത്ത് അവസാനം 2 സാരിയൊക്കെ അല്ലെങ്കിൽ 2 മാക്സിയൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ഇങ്ങനെ ചില പാരിതോഷികങ്ങളോട് തിരിച്ചു വന്ന് വീട്ടിലേക്കാവുമ്പോൾ അവസാന സമയത്ത് അമ്മയെ നോക്കാൻ അല്ലെങ്കിൽ അച്ഛനെ നോക്കാൻ മക്കൾക്ക് സമയമില്ല. സാധാരണ നാട്ടിലുണ്ടാവുന്ന സംഗതിയാണല്ലോ. അപ്പോഴും പിന്നെ അവിടെ ഒരു അച്ഛൻ വെക്കുന്ന ഒരു ഇതുണ്ട്. അവരെ മക്കൾ പറയുന്നുണ്ട്, അമ്മ അച്ഛൻ എല്ലാ വീട്ടിലും പിന്നെ കുറേശ്ശെ പോയി ഇങ്ങനെ നിൽക്കട്ടെ, മൂത്ത മക്കളുടെ വീട്ടിൽ ആദ്യം പോയി നിൽക്കട്ടെ, അത് കഴിഞ്ഞിട്ട് അടുത്ത മക്കളുടെ വീട്ടിൽ പോയിക്കട്ടെ. അപ്പം അച്ഛൻ പറഞ്ഞു, വേണ്ട, അതൊരിക്കലും വേണ്ട. കാരണം നമ്മൾ ഓരോരുത്തരുടെ വീട്ടിലും പോയി നിൽക്കുമ്പോൾ ഓരോരുത്തർക്കും അങ്ങോട്ട് വരാൻ കഴിയില്ല, പരസ്പരം വരാൻ കഴിയില്ല. അവൻ്റെ വീടല്ലേ എന്ന് വിചാരിക്കും. പക്ഷെ നമ്മളെ വീട്ടിൽ ഇവിടെ ആവുമ്പോൾ എല്ലാവർക്കും അധികാരത്തിൽ വരാലോ. അപ്പോൾ എങ്ങോട്ടും പോകണ്ട, നമ്മളിവിടെ തന്നെ നിന്നാൽ മതി. അവസാനം എന്ത് ചെയ്തു, ആരും വന്നതുമില്ല, അവരവിടെ ഒറ്റയാകുകയാണ്. തനിച്ചാവുമ്പോൾ മക്കൾക്ക് മക്കളുടേതായിട്ടുള്ള ലോകമായി അവരുടെ തിരക്കും കാര്യമൊക്കെ. അതിനിടയിൽ അച്ഛൻ മരണപ്പെട്ടു പോയി. അച്ഛൻ മരണപ്പെട്ടപ്പോൾ പോലും മക്കൾക്ക് വരാൻ സമയം കിട്ടിയില്ല. കുറേ കഴിഞ്ഞ് പിന്നെ അമ്മ ഒറ്റയ്ക്കായപ്പോൾ പിന്നെ ചില മക്കളൊന്ന് കൂടി ആലോചിച്ചു, അമ്മയെ ഓരോരുത്തരും വീട്ടിലേക്ക് കൊണ്ടുപോകണം, മാറി കൊണ്ടുപോകണം. പക്ഷേ അവിടെയും മത്സരമായിരുന്നു. നീ കൊണ്ടുപോകണം, എനിക്ക് വീട്ടിൽ ഇന്ന പ്രശ്നങ്ങളുണ്ട്, മറ്റൊരു തന്നെ പ്രശ്നങ്ങളുണ്ട്. എല്ലാവർക്കും പ്രശ്നങ്ങളും പരാതികളും. അമ്മയെ കൊണ്ടുപോകാനോ അമ്മയെ കൂടെ നിർത്താനോ കഴിയുന്നില്ല. അവസാനം അച്ഛൻ മരണപ്പെട്ടതുപോലെ അമ്മയും ആ വീട്ടിൽ തനിച്ചായി മരണപ്പെടുകയാണ്. ഇതൊരു കഥയാണ്. കഥ എന്ന് മാത്രമല്ല, നമ്മുടെ നാട്ടിൽ യാഥാർത്ഥ്യത്തിൻ്റെ പൊതുവിൽ നടന്നുകൊണ്ടിരിക്കുന്ന, നമ്മളൊക്കെ പലപ്പോഴും പ്രസംഗത്തിലും അവിടെയും ഇവിടെയൊക്കെ ഒരു ധാരാളം കേട്ടുകൊണ്ടിരിക്കുന്ന, പത്രവാർത്തകളിലൂടെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന, എത്ര കേട്ടാലും നമ്മുടെ നാട്ടിൽ ആ ഒരു യാഥാർത്ഥ്യത്തെ ഇല്ലാതെയാക്കാൻ കഴിയാത്ത രൂപത്തിൽ ഇങ്ങനെ ആ അവസ്ഥകൾ വളർന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ ചിന്തിക്കേണ്ടത്, ഒരു മുസ്ലിം കുടുംബത്തിൽ ഈ അവസ്ഥ ഉണ്ടെങ്കിൽ അതുവരെ അയാൾ ജീവിച്ചതൊരു മുസ്ലിം ജീവിതമല്ല എന്നതിൻ്റെ വലിയൊരു തെളിവാണ്. തന്നെ നമ്മൾ ചിലപ്പോഴൊക്കെ ഇപ്പം ഈ ഉമ്മനെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയില്ലേ, ചിലപ്പോൾ ഒരു ദുബായിലായിരിക്കും അല്ലെങ്കിൽ ഗൾഫ് രാഷ്ട്രങ്ങളിലായിരിക്കും. അപ്പം ഉമ്മക്ക് അവിടെ കാണിച്ചു കൊടുത്തില്ലേ എന്ന് വരെ അത്ര ഒരു അഭിമാനത്തോടുകൂടി പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം ശരിക്കും എന്തിനാ കൊണ്ടുപോയി വെച്ചാൽ അവൻ്റെ പിന്നെ ഭാര്യയുടെ പ്രസവം നോക്കാൻ കൊണ്ടേതാണ്.
മനസ്സിലായല്ലോ. അപ്പം അതൊരു വലിയൊരു പിന്നെ അതെ അതെ അത് വെച്ചാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ ചിലത് ചെയ്ത് കൊടുത്തിട്ട് അതോടുകൂടി എല്ലാം തീർന്ന് അല്ലേ അയിമ്മൽ സാറ്റിസ്ഫൈ ചെയ്യുക അങ്ങനെയുള്ള മാനസികാവസ്ഥ ഉണ്ട്. ഒരിക്കലും എനിക്ക് കെ എം മൗലവിൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചൊരു കഥ പറയാറുണ്ട്. കെ എം മൗലവി ഒരാളോട് ചോദിച്ചു എന്താ ഉമ്മാൻ്റെ വിശേഷം എന്നൊക്കെ ചോദിച്ചു. ആ ഉമ്മക്ക് അൽഹംദുലില്ലാ സുഖമാണ്, ഉമ്മ ഇപ്പം എൻ്റെ കൂടെയാണ് താമസിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ കെ എം മൗലവി പറഞ്ഞു വലിയ സുഖം ഉണ്ടാവാൻ ചാൻസ് ഇല്ല, അങ്ങനെയല്ല നീ പറയേണ്ടത്. അയിമൻ തന്നെ മനസ്സിലായി പറയണത് ഞാൻ ഉമ്മയുടെ കൂടെയാണ് താമസിക്കുന്നത് എന്ന് പറയുന്നതും ഉമ്മ എൻ്റെ കൂടെയാണ് താമസിക്കുന്നത് എന്ന് പറയുന്നതിലും രണ്ട് മനോഭാവത്തിൻ്റെ വ്യത്യാസമുണ്ട്. അപ്പോൾ അവിടെ ഓൻ വലുതാണ്. അതെ, ഉമ്മൻ്റെ ഒപ്പമാണ്, ഉമ്മൻ്റെ ഒപ്പമാണ്, ഉമ്മാനെ പേനാ നോക്കണം, അയാളാ നോക്കണേ കണ്ടില്ലേ. സുബ്ഹാനല്ലാഹ്. ഏതായാലും അത്തരമൊരു നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഒരു മുസ്ലിം കുടുംബത്തിലാണെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം വരാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും മക്കളാണല്ലോ നമ്മളൊക്കെ. മാത്രമല്ല ഇനിയും നമ്മൾ മാതാപിതാക്കളാകുന്ന അല്ലെങ്കിൽ ആ ഒരു ഘട്ടത്തിലേക്ക് എത്തുന്നൊരു സമയം നമുക്ക് വരാനുണ്ട്. അപ്പോൾ ഒരിക്കലും ആ ഒരു പിന്നെ ആ തുണയെ അല്ലെങ്കിൽ ആ ഒരു സ്വർഗത്തിലേക്കുള്ള പ്രവേശന കവാടത്തെ നമ്മളൊരിക്കലും ഒറ്റപ്പെടുത്തരുത്. നമുക്ക് ആ ഒരു കാരണവശാലും അതിൻ്റെ പേരിൽ അള്ളാഹിൻ്റെ അടുക്കുന്നൊരു ശിക്ഷ വാങ്ങുന്നൊരവസ്ഥ ഉണ്ടാവരുത് എന്ന് നമ്മൾ എല്ലാവരും ഈ ശ്രോതാക്കൾ മുഴുവൻ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്താണ്. ഇതൊരു കഥ കേൾക്കുന്ന എനിക്ക് തോന്നിയത് ഈ പ്രതിബന്ധങ്ങളാണ് പലർക്കും തടസ്സം ഉണ്ടാകല്ലേ. ആ പ്രശ്നം ഈ പ്രശ്നം അത് ഒരാളും എവിടെയും ഉമ്മയും ഉപ്പയും നോക്കാൻ വേണ്ടിയിട്ട് തടസ്സമല്ലാതെ ഒരു തടസ്സമില്ല എനിക്ക് ഫുൾ ഫ്രീ ആന്ന് പറഞ്ഞിട്ട് ആരും ഉണ്ടാവാറില്ല. പക്ഷെ അവൻ്റെ മനസ്സാണ് ആ തടസ്സങ്ങളിൽ നിന്നെല്ലാം അവനെ ഫ്രീ ആക്കുന്നത്. ആ ഒരു മനസ്സ് മാത്രമാണ്. ആ മനസ്സില്ലാത്ത ഏതൊരാളും ഈ പല പ്രയാസങ്ങളുണ്ട്, പ്രയാസങ്ങളൊക്കെ തീർക്കുകയാണെങ്കിൽ കുഴപ്പമില്ല ഇനി എന്ന് പറഞ്ഞിട്ട് ഒരാൾക്ക് ഇതിന് അവസരം ഉണ്ടാവില്ല. അതുറപ്പാണ്. അത് നമ്മളൊക്കെ ഒന്ന് ചിന്തിക്കുക. എല്ലാവരും മറ്റുള്ളവരെ കുറിച്ച് ചൂണ്ടാനും ഓൻ്റെ മക്കളെ ഓൻ്റെ ഉമ്മാനെ നോക്കിയില്ല അത് പറയണം. അവനവനിലേക്ക് എത്തുമ്പോൾ എന്ത് എന്നുള്ളതാണ്. അത്രയും നമുക്ക് എന്തായാലും തിരയടങ്ങിയിട്ട് തോണി ഇറക്കാൻ കഴിയില്ല. നമ്മളെ പ്രശ്നങ്ങൾ ഒഴിവാക്കിയിട്ട് ഉമ്മാനെ പാപ്പാനെ നോക്കാൻ നമുക്ക് കഴിയില്ല. ഉമ്മയും പാപ്പയുമാണ് നമ്മളാവാനുള്ള കാരണം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഒപ്പം അവരെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം റബ്ബ് നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. അത്തരമൊരു അനുഭവം നമുക്കും വരാനുണ്ട് എന്ന ചിന്തയും നമ്മൾ മതിക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മൾ അടുത്തൊരു പ്രോഗ്രാമിലേക്ക് പോകാം. ഒരു അനുബന്ധമായൊരു മെസ്സേജ് വായിക്കണം തോന്നുന്നു. ഷുഹൈബ എം വളപട്ടണത്ത് എന്ന് പറഞ്ഞത് എല്ലാ വീട്ടമ്മമാരും ചിന്തിക്കേണ്ട ചിന്ത തന്നെയാണ് ഇന്നത്തെ ചിന്ത. മക്കൾക്ക് വേണ്ടി തടിമറന്ന് അധ്വാനിച്ചാൽ അവസാനം മക്കൾ ആരും ഉണ്ടാവില്ല. അതിൽ വേറൊരു വിഷയം കൂടെ ഉണ്ട്. എന്ന് വിചാരിച്ച് മക്കൾ നോക്കണ്ട എന്നല്ല, അല്ലേ? അങ്ങനെ ഉണ്ടല്ലോ, ചിലപ്പോൾ എന്നെ ഒരു നോക്കൂല, അതുകൊണ്ട് ഞാൻ അപ്പം അതിന് നിൽക്കേണ്ടതില്ല. എൻ്റെ ഒരു നിങ്ങളൊക്കെ നിങ്ങൾ പോകണ ബൈക്ക് നിങ്ങളൊന്നും ഇങ്ങോട്ട് കിട്ടൂല. ചില ആൾക്കാർ അങ്ങനെ പറയാറുണ്ട്. എന്തിനാ അപ്പം നിങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾ എന്തെങ്കിലും കാട്ടിക്കോളി, അത് നിങ്ങളൊന്നും നമുക്ക് കിട്ടൂല. നമ്മൾ കൂട്ടത്തിൽ നമുക്ക് വേണമെങ്കിൽ പറയാം, നമ്മൾ ഈ സമൂഹത്തിൻ്റെയും സമുദായത്തിൻ്റെയും ചില കാഴ്ചപ്പാടുകളുണ്ട്. നമ്മൾ പരലോകം അള്ളാഹ് എന്നുള്ള ആ ഒരു ചിന്ത വെച്ച് നടക്കുന്നതുകൊണ്ടാണ് കുറേ കാര്യങ്ങൾ നമുക്ക് ആ ഈമാനികമായൊരു വിഷയം കൂടി തട്ടിക്കുമ്പോഴാണ്. ഇപ്പോൾ നമ്മളൊക്കെ സഹപ്രവർത്തകരോ അല്ലെങ്കിൽ കൂട്ടുകാരായിട്ടുള്ള ആളുകളൊക്കെ പറയാറുണ്ട്, അല്ലെങ്കിൽ സറങ്ങൾ ചെയ്യണ പോലെ അങ്ങനെയൊന്നും ശ്രദ്ധിക്കാൻ നമ്മളെന്തായാലും മെനക്കെടാറില്ല. കാരണം അവരൊക്കെ അവരെ വഴിക്ക് പോവും. പിന്നെ അപ്പോൾ നമ്മളെന്തിനപ്പോൾ അവരെ പിന്നാലെ അങ്ങനെ കൂടി നടന്നിട്ട് എന്ന് പറയുന്ന മാതാപിതാക്കളുണ്ട്. അതേ പ്രതികരണം മക്കളിൽ നിന്നും കിട്ടാറുണ്ട്. നമ്മളിപ്പോൾ അതിന് കാര്യമായിട്ട് അവർ നോക്കിയിട്ടൊന്നുമില്ലല്ലോ. പിന്നെ ഇപ്പോൾ അവരെല്ലാവരും അസുഖമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാന്നല്ലാതെ അവിടെ അങ്ങനെ പോയി കിടക്കേണ്ട കാര്യം എന്താ എന്ന് പറയുന്ന മക്കളും ഉണ്ട് എന്നർത്ഥം. അപ്പോൾ അത് നമ്മൾ അതിനൊക്കെ ശരിക്കും നാട്ടു നടപ്പ് എന്നാ പറയാം. പക്ഷെ നാട്ടു നടപ്പ് നോക്കേണ്ടവരല്ല നമ്മൾ. മക്കളോടുള്ള ബാധ്യതയും മാതാപിതാക്കളുടെ ബാധ്യതയും തിരിച്ചും മറിച്ചും. ഏതായാലും ഒരു മുസ്ലിം കുടുംബം ഇങ്ങനെ ഒരു ഒഴിഞ്ഞ കൂട് പോലെ ആവുന്ന അവസ്ഥ ഉമ്മയും പാപ്പാനെയും കൊണ്ട് ഇങ്ങനെ പല വീടുകളും ഈ കോട്ടയം അതുപോലെ മറ്റുള്ള പ്രദേശങ്ങളിൽ നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പം കുറച്ചുകൂടിയും പിന്നെ നമ്മളൊന്ന് എടുത്തു നോക്കുകയാണെങ്കിൽ ഒക്കെ വിദേശത്താണ്. വീട്ടിൽ ആരുമില്ല, ഒരു ഒഴിഞ്ഞ കൂട് പോലെ അവിടെ ഒരാളോ രണ്ടാളോ വയസ്സായിട്ട് ഇങ്ങനെ നിൽക്കുക ആരുമില്ലാതെ. വിദേശ രാജ്യങ്ങളിലൊക്കെ ഇഷ്ടംപോലെ അങ്ങനത്തെ ഇതുണ്ടല്ലോ. അപ്പം അങ്ങനെയൊന്നും നമ്മൾ ആവാതിരിക്കട്ടെ. ആവാതിരിക്കാനുള്ള വഴി ഒന്ന് മാത്രമേ ഉള്ളൂ, ദീനുണ്ടാവുക, മക്കൾക്ക് ദീനുണ്ടാവുക, നമുക്ക് ദീനുണ്ടാവുക. അതെ.